ഒരു സത്യവിശ്വാസി ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം, ആരാണ് യഥാർത്ഥ സത്യവിശ്വാസി ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. വിശുദ്ധമായ ഖുർആൻ ആയത്തുകളും ഹദീസുകളും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതുമൊക്കെ പറഞ്ഞ് വിശ്വാസിയുടെ അടയാളങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും പറയാനുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സത്യവിശ്വാസി നമ്മുടെ വീടുകളിലൊക്കെ നാം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഉപകരണം പോലെയാണ് സത്യവിശ്വാസി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന കണ്ണാടി, നമ്മൾ യാത്രക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിച്ച് മാറ്റി നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും നോക്കുന്ന, നമ്മുടെ മുഖവും മറ്റൊക്കെ നോക്കുന്ന ഒരു ഉപകരണമാണ് കണ്ണാടി എന്ന് പറയുന്നത്. ഈ കണ്ണാടിയിൽ നിന്ന് നല്ല ഒരു പാഠം സത്യവിശ്വാസിക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആ പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും നമ്മളിൽ ഉണ്ടാകും. അത്രയും നല്ല പാഠങ്ങൾ സത്യവിശ്വാസിക്ക് കണ്ണാടി നൽകുന്നുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് കണ്ണാടി പോലെ ആവണം, അല്ലെങ്കിൽ കണ്ണാടി പോലെ ആവാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കണ്ണാടിയിൽ നമ്മൾ നോക്കിയാൽ ആ നോക്കുന്ന സമയത്ത് എന്താണോ നമ്മളിലുള്ള ന്യൂനതകൾ അത് അതേ രൂപത്തിലാണ് നമുക്ക് കാണിച്ചു തരുള്ളൂ. നാം ഒരു കണ്ണാടിയിലേക്ക് നമ്മുടെ മുഖം കാണിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള ന്യൂനതകൾ എന്താണോ അത് മാത്രമേ കണ്ണാടി നമുക്ക് കാണിച്ചു തരുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗീബത്ത് നമീമത്ത് പോലത്തെ മഹാ തെറ്റുകൾ ഇന്ന് സുലഭമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്ക് സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ, യാഥാർത്ഥ്യം പോലും ചോദിക്കാതെ, കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞതുപോലെ ഉള്ളതിനേക്കാളും കൂടുതൽ പറഞ്ഞ്, അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്ന ഒരു കാലം. നമുക്കിതിൽ വലിയൊരു പാഠമുണ്ട്. കണ്ണാടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ മുഖത്ത്, നമ്മുടെ താടിയില്, തലയില് എന്തെല്ലാം പോരായ്മകളുണ്ടോ ഇത് മാത്രമേ കണ്ണാടി നമുക്ക് കാണിച്ചു തരുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ കണ്ണാടി അധികരിപ്പിച്ചുകൊണ്ട് ഒന്നും കാണിച്ചു തരൂല. മുഖത്ത് ഒരു പാടുണ്ടെങ്കിൽ ആ പാട് മാത്രമേ, അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു പാട് കൂട്ടിയിട്ട് ആ കണ്ണാടി നമുക്ക് കാണിച്ചു തരൂല. ഇതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് കണ്ണാടിയിൽ നോക്കുന്നവന്റെ ന്യൂനതകൾ. ആ നോക്കുന്നവന്റെ ന്യൂനതകൾ നമുക്ക് കണ്ണാടി പറഞ്ഞു തരുന്നത് തന്നെ വളരെ നിശബ്ദമായിരിക്കും. നോക്കുന്ന ആളുടെ ന്യൂനതകൾ കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള, നമ്മുടെ ശരീരത്തിലുള്ള ന്യൂനതകൾ ആ കണ്ണാടി വിളിച്ചു പറയൂല. അത് നിശബ്ദമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. ഒരാളിൽ നിന്ന് ഒരു തെറ്റ് വന്നു പോയാൽ, ഒരു അബദ്ധം വന്നു പോയാൽ അത് നമ്മൾ ആ മനുഷ്യനോട് സ്വകാര്യമായി പറഞ്ഞ് തിരുത്തുക അല്ലാതെ, മറിച്ച് അയാളോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെയും പറയാതെയും മറ്റുള്ളവരോട് ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അയാളെ വശത്തരത്തിലാക്കുന്ന ഒരു പരിപാടി. കണ്ണാടി നിങ്ങൾ നോക്ക്, നമുക്ക് കാണിച്ചു തരുന്നൊരു പാഠം നമ്മുടെ ന്യൂനതകൾ നമുക്ക് രഹസ്യമായിട്ട് അഥവാ നിശബ്ദമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. മറ്റാരോടും ഈ കണ്ണാടി ഇത് പറയുന്നില്ല. ഇതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ണാടി നോക്കുന്ന ഒരു മനുഷ്യന്റെ ബാഹ്യമായ ന്യൂനതകൾ മാത്രമേ അത് കാണിച്ചു തരുള്ളൂ. നമ്മുടെ മുഖത്തുള്ള, തലയിലുള്ള, ശരീരത്തിലുള്ള ന്യൂനതകൾക്കപ്പുറം ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കണ്ണാടി ന്യൂനതകൾ കുത്തി പരിശോധിച്ച് നമുക്കത് പറഞ്ഞു തരാറില്ല. ബാഹ്യമായി എന്താണോ കാണുന്നത്
അതാണ് കണ്ണാടി നമുക്ക് നിശബ്ദമായി പറഞ്ഞു തരുന്നത്. നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. കണ്ണാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ന്യൂനതകൾ, ഉള്ളിൽ ഒരുപാട് ന്യൂനതകളുള്ളവരാണ് നമ്മൾ. പക്ഷെ ആ ന്യൂനതകളൊന്നും ആ കണ്ണാടി നമുക്ക് പറഞ്ഞു തരുന്നില്ല. അതേ സ്ഥാനത്ത് നോക്കുന്ന സമയത്ത് ബാഹ്യമായ ന്യൂനതകൾ മാത്രമേ അത് പറഞ്ഞു തരുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ന്യൂനതയിലേക്ക്, ഉള്ളിലേക്ക് ഇറങ്ങി ചിക്കിക്കുത്തി പരിശോധിക്കുന്ന ഒരു പ്രവണത നാം ഒഴിവാക്കുകയും വേണം. വിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കി, ആ കണ്ണാടിയിൽ നോക്കിയതിൻ്റെ ശേഷം നമ്മുടെ ന്യൂനതകൾ ആ കണ്ണാടി നമുക്ക് കാണിച്ചു തന്ന ന്യൂനതകൾ നമ്മൾ പൂർണ്ണമായി കഴുകി, അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ട രൂപത്തിൽ ഒഴിവാക്കി നമ്മൾ വീണ്ടും ആ കണ്ണാടിയുടെ മുമ്പിലേക്ക് വന്നാൽ, ആ കണ്ണാടി പഴയ ന്യൂനതകൾ നമ്മുടെ മുഖത്തില്ല എങ്കിൽ അത് കാണിച്ചു തരൂല. 2 മിനിറ്റ് മുമ്പ് ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മുടെ ന്യൂനതകൾ നമുക്ക് നിശബ്ദമായി പറഞ്ഞു തന്ന കണ്ണാടിയിൽ മുന്നിൽ നിന്ന് നമ്മൾ മാറി അത് കഴുകി വൃത്തിയാക്കി നമ്മൾ വന്നതിൻ്റെ ശേഷം ആ കണ്ണാടി മുമ്പുണ്ടായിരുന്ന ന്യൂനതകൾ നമുക്ക് കാണിച്ചു തരൂല. ആ കണ്ണാടി പിന്നെ എന്താണോ നമ്മുടെ മുഖത്തുള്ളത്, ശരീരത്തിലുള്ള ന്യൂനതകൾ, അത് മാത്രമേ കാണിച്ചു തരുള്ളൂ. അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ന്യൂനതകളെ കാണിച്ചു തരൂല. ഇവിടെ നമുക്ക് പാഠങ്ങളില്ലേ? മനസ്സിലാക്കണം, ഒരാളുടെ ന്യൂനതകൾ വന്നാൽ, ആ ന്യൂനത ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി, അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് പിന്മാറി. എന്നാൽ പിന്നീട് ആ ന്യൂനതകൾ വിളിച്ചു പറഞ്ഞ് അയാളെ പരിഹസിക്കാനോ വഷളാക്കാനോ നമ്മൾ പാടില്ല. നോക്കൂ, നിങ്ങൾ വളരെ ഗൗരവമായ രൂപത്തിലാണ് കണ്ണാടി നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നാം നോക്കി ന്യൂനതകൾ മനസ്സിലാക്കി തിരുത്തിയതിൻ്റെ ശേഷം പിന്നീട് ആ കണ്ണാടി നമുക്കത് പറഞ്ഞു തരാറില്ല. ഇനി നോക്കൂ നിങ്ങൾ, അതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ പറയുന്നത്, ആ കണ്ണാടിയിൽ നമ്മൾ നോക്കിയതിൻ്റെ ശേഷം നാം അവിടെ നിന്ന് പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ പോയതിൻ്റെ ശേഷം മറ്റൊരാൾ ആ കണ്ണാടിയുടെ മുമ്പിലേക്ക് വന്നു. പക്ഷെ ആ വന്ന ആൾക്ക് നിങ്ങൾ നോക്ക്, അതിൻ്റെ മുമ്പ് നോക്കിയ ആളുടെ ന്യൂനത ആ കണ്ണാടി കാണിച്ചു കൊടുക്കാറില്ല. നോക്കൂ നിങ്ങൾ, കണ്ണാടി നമുക്ക് തരുന്ന പാഠങ്ങൾ. ആ ഒരു കണ്ണാടി നമ്മൾ നോക്കി നമ്മുടെ ന്യൂനതകൾ നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് പോയി. അതിന്റെ ശേഷം വന്നൊരു മനുഷ്യൻ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ മുമ്പ് നോക്കിയിരുന്ന ആളുടെ ന്യൂനതകൾ ആ കണ്ണാടി രണ്ടാമത് വന്ന ആൾക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. ഇവിടെയാണ് കണ്ണാടി നമുക്ക് തരുന്ന പാഠങ്ങൾ. നാം ഒരാളെ കുറിച്ചൊന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഇല്ലാത്തത് അല്ലെങ്കിൽ ഉള്ളത് തന്നെ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് മൂന്നാമതൊരാളോട് പറയാൻ പാടില്ല. ഇവിടെ കണ്ണാടി നൽകുന്ന പാഠം എങ്ങനെയാണ്? നമുക്ക് ഈ രൂപത്തില് നമ്മൾ ശ്രദ്ധയോടുകൂടെ നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന അടയാളങ്ങൾ നമ്മളിലുണ്ടാകും. മറിച്ച് ഇന്നിന്റെ സാഹചര്യത്തിൽ ധാരാളം തെറ്റുകൾ കടന്നു വരുന്നൊരു കാലം. എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുകയും എല്ലാറ്റിനും കമന്റ് പറയുകയും ട്രോളുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഗീബത്ത് നമീമത്ത് കൊമിഞ്ഞുകൂടി എന്ന് അതിൽ ആളുകൾ വിശ്രമിക്കുന്നു എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പറയുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ന്യൂനതകൾ നമ്മൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.